വാർത്തകൾ വിശദമായി തന്നെ നോക്കാം. ലൈംഗിക അതിക്രമ പരാതിയിൽ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കുക. രാഹുലിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു നീക്കത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുകയാണ്. 9ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ് എന്നുള്ളതാണ്. ഇപ്പോഴും SIT പരക്കം പായുകയാണ്. പൂർണ്ണമായും അന്വേഷണ സംഘം പ്രതിരോധത്തിലാണ്. ലൈംഗിക അതിക്രമ പരാതി എന്നത് രണ്ടാമത്തെ ബലാത്സംഗ പരാതിയും എത്തിക്കഴിഞ്ഞു. എന്നിട്ടും ആദ്യ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയും പിടികൂടുക. ഇതിനിടയിലാണ് ഇന്ന് ഹൈക്കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിക്കും എന്നുള്ള വാർത്ത കൂടി എത്തുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി മുന്നിൽ മറ്റു വഴികളില്ല, ഹൈക്കോടതി കനിയണം, അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ഒപ്പം 9ാം ദിവസവും രാഹുൽ ഒളിവിലാണ് എന്നുള്ളതാണ്. പ്രശാന്ത് പറയും. രാഖി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മഞ്ചൂർ കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറെടുക്കുന്നത്. ഈ ഹർജി അതായത് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. കാസർഗോഡ് ഹൊസൂർ കോടതിക്ക് മുൻപിൽ അതായത് കാസർഗോഡ് ഹൊസൂർ കോടതിക്ക് മുൻപിൽ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങും എന്നതടക്കമുള്ള അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. എന്തായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുള്ള ഏക വഴി ഹൈക്കോടതിയാണ്. ഹൈക്കോടതി കനിഞ്ഞെങ്കിൽ മാത്രമേ ഈ ജാമ്യം ലഭിക്കുകയുള്ളൂ. എന്തായാലും അതിനുള്ള നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടം ആരംഭിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് ഓൺലൈനായി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിലുള്ള ഹർജി സമർപ്പിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നതിൻ്റെ നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഹർജി സമർപ്പിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്നടക്കമുള്ള അറസ്റ്റ് എന്നതാണ് ഏറ്റവും അതായത് ഈ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ കോൺഗ്രസും കൂടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ ഗാർഡിയനായിട്ടുള്ള ഷാബി പറമ്പിലും രാഹുലിനെ തള്ളിക്കളഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം. എന്നാൽ ഇത്ര ദിവസം പിന്നിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എവിടെ എന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ കഴിയുന്നില്ല. 9 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ 9 ദിവസം അടുക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തന്നെയാണ് കഴിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെ നിന്നെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുലിന് വളരെ മിനിറ്റ് ടു മിനിറ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അന്വേഷണ സംഘത്തിന് തന്നെ ചില സംശയങ്ങളുണ്ട്. കാരണം SITയിൽ നിന്ന് തന്നെ അന്വേഷണ സംഘത്തിൽ നിന്ന് കൃത്യമായ ഒരു സന്ദേശം അല്ലെങ്കിൽ അപ്ഡേഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള സംശയം അവർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എങ്ങോട്ടേക്ക് പോകുന്നോ അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു 5 മിനിറ്റ് മുൻപ് രക്ഷപ്പെട്ടു, 15 മിനിറ്റ് മുൻപ് രക്ഷപ്പെട്ടു. ഇതാണ് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടുള്ള വിവരം. ഇത് ഏതാണ്ട് 9 ദിവസമായി തുടരുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ്. രാഖി, കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുന്നത്. ബാംഗ്ലൂർ ഉണ്ടെന്നായിരുന്നു, അതോടൊപ്പം തന്നെ മംഗലാപുരത്തുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സംശയം. അത് അന്വേഷണ സംഘത്തിൽ തന്നെ ഉണ്ട്. കാരണം ഈ പ്രത്യേക അന്വേഷണ സംഘം ചെന്നെത്തുന്ന ഓരോ ഇടങ്ങളിലും നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ രാഹുൽ അവിടെ നിന്നും പലായനം ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്നത് ആണ് ഇപ്പോൾ ഏറ്റവും അതായത് അന്വേഷണ സംഘത്തെ തന്നെ സംശയത്തിന് നിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അത്രയും ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പലയിടങ്ങളിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. രാഹുലിൻ്റെ മൊബൈൽ സിഗ്നൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. കാരണം ഇതിനിടയിൽ പലപ്പോഴും ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ഓണാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ പോലും കൃത്യമായ ഉത്തരം എവിടെയെന്നത് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനിടയിലാണ് മുൻകൂർ ജാമ്യം ഹർജി തിരുവനന്തപുരം മഞ്ചൂർ കോടതി തള്ളിയത്. മഞ്ചൂർ കോടതി തള്ളിയതിനു ശേഷവും രാഹുൽ കീഴടങ്ങുമെന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നതടക്കമുള്ള അഭ്യൂഹങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ
ഈ അഭ്യൂഹങ്ങളെല്ലാം അഭ്യൂഹങ്ങളായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ സ്വച്ഛന്തമായി രാഹുൽ എവിടെയോ വിഹരിക്കുന്നുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ഇതിനിടയിൽ സംഭവിക്കുന്നത് എന്താണ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 9 ദിവസമായി ഒളിവിൽ തുടരുന്നതിനിടെ പല രീതിയിൽ രാഹുൽ കീഴടങ്ങാൻ പോകുന്നു, അതല്ല കസ്റ്റഡിയിലുണ്ട്, അത്തരത്തിൽ പല വിധത്തിലാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കാഞ്ഞങ്ങാട് കണ്ടതാണ്. ഹൊസ്ദൂർ കോടതിയിൽ നാടകീയമായ നീക്കങ്ങൾ നടക്കുന്നു. സമയം കഴിഞ്ഞും അവിടെ കോടതി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതി. മജിസ്ട്രേറ്റ് അവിടെ സമയം കഴിഞ്ഞതിന് ശേഷവും തുടരുന്നു. അവിടെ വലിയൊരു പോലീസ് സന്നാഹം. പോലീസിൽ നിന്ന് ലഭിച്ച വിവരമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനെത്തും, ആ സമയത്ത് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം ആണ് എന്നുള്ളതാണ്. പിന്നീട് ഇത് വലിയ വാർത്തയാകുന്നു. ഇതിന് പിന്നാലെ അവിടെ നിന്ന് പോലീസ് സംഘം മടങ്ങുന്നു, മജിസ്ട്രേറ്റ് മടങ്ങുന്നു. ഇത് ഇന്നലത്തെ മാത്രം സംഭവമല്ല. വാർത്തയായില്ല എങ്കിൽ കൂടി മെനിഞ്ഞാന്ന് ബേപ്പൂരിലും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ സ്ഥിരമായി എന്തൊക്കെയോ നാടകീയ നീക്കങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ നാടകീയ നീക്കങ്ങൾ, നാടകീയത ഇതിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ, അതായത് കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് വലിയ പോലീസ് സംവിധാനമാണ് എന്നാണ് CPM-ഉം സർക്കാരുമെല്ലാം നിരന്തരം അവകാശപ്പെടുന്നത്. ഏത് സ്ഥലത്ത് നിന്നായാൽ പോലും പ്രതികളെ കണ്ടെത്തുന്നതിലായാലും ശരി, അറസ്റ്റ് ചെയ്യുന്നതിലൊക്കെ വൈദഗ്ധ്യം ലഭിച്ചവരാണ് കേരളത്തിലെ പോലീസ് സേന എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്ക് ഒരു സാമാജികനായിട്ടിരിക്കുന്ന ഒരു പൊതുജന പ്രവർത്തകൻ എന്ന നിലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ, ആ ഒളിവിൽ പോയ ആളെ കണ്ടെത്താൻ ഇതുവരെ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം എന്ന് പറയുന്നത്. അത് ഈ സിസ്റ്റത്തിന് തന്നെ, അതായത് പോലീസ് സംവിധാനത്തിന് തന്നെ, ആഭ്യന്തര വകുപ്പിന് തന്നെ പരാജയമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസം ഈ രാഹുൽ മാങ്കൂട്ടം എവിടെയെന്നതിന് കൃത്യമായിട്ട് ഉത്തരം ഈ അന്വേഷണ സംഘത്തിന് പറയാൻ കഴിയുന്നില്ല. അതുതന്നെയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നത്. എന്തായാലും അതായത് ഇതിനകത്ത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ CPM-ൻ്റെ ഇടപെടൽ, അതായത് രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്നൊരു ഒരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അതായത് ഇനി 2 ദിവസത്തിനുള്ളിൽ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആ സാഹചര്യം നോക്കി അറസ്റ്റ് ചെയ്യാനാണോ തീരുമാനം എന്നതും ചില സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനൊരു നീക്കം ആണോ ഇതിന് പിന്നിൽ, ഇത് താമസിപ്പിക്കുന്നതിന് പിന്നിലും സംശയമുണ്ട്. കാരണം ആ തെരഞ്ഞെടുപ്പ് ദിവസം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ, വോട്ടിങ്ങിനെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിലൂടെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട്, അതായത് ഈ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കുന്നതിലൂടെ തന്നെ ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് കളക്ട് ചെയ്യാനുള്ളൊരു നീക്കമാണോ എന്നതടക്കമുള്ള ചില സംശയങ്ങളും ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ അറസ്റ്റ് ചെയ്യാതെ വെച്ച് താമസിപ്പിക്കുന്നതാണോ എന്നതടക്കമുള്ള ചില സംശയങ്ങളും ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പങ്കുവെക്കുന്നുമുണ്ട്. എന്തായാലും ഈ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ അന്വേഷണം നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്തായാലും സ്വച്ഛന്തമായി വിഹരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജാമ്യ ഹർജി സമർപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിൽ അത് തള്ളുമ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകാൻ നോക്കുന്നു. അതിന് ചുറ്റും രാഹുലിനെ സംരക്ഷിക്കാൻ ഒരു വലിയ ഒരു ജനസമൂഹവും ഇതിൽ രാഹുലിനോട് ചേർന്ന് നിൽക്കുന്നവരുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത് പോലീസ് സംവിധാനത്തിലായിക്കോട്ടെ, മറ്റ് രാഷ്ട്രീയ സംവിധാനത്തിലായിക്കോട്ടെ, രാഹുലിന് വേണ്ട സമയത്ത് കൃത്യമായി ഇൻഫർമേഷൻ നൽകുക, പോലീസിൻ്റെ നീക്കങ്ങൾ അറിഞ്ഞു കൊടുക്കുക, പോലീസ് എവിടേക്ക് പോകുന്നു പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല ഈ പോകുന്നത് കേരളത്തിന് പുറത്തായാലും ശരി, അകത്തായാലും ശരി, രാഹുൽ എവിടെ ഇരുന്നാലും ശരി, സുരക്ഷിതമായിട്ട് ഒളിച്ചിരിക്കുവാനുള്ള സങ്കേതങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി ഒരു സംഘം തന്നെ രാഹുലിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൃത്യമായ ഒളിസങ്കേതങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി മാറുന്നതിനനുസരിച്ചുള്ള ഇൻഫർമേഷനെല്ലാം കൊടുത്തുകൊണ്ട് രാഹുൽ ഒരു ഒളിസങ്കേതത്തിൽ നിന്ന് മറ്റൊരു ഒളിസങ്കേതത്തിലേക്ക് മാറുന്നൊരു സാഹചര്യമെല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ പ്രത്യേക അന്വേഷണ സംഘം, ആ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ്. ഇത്രയും വലിയ അന്വേഷണ സംഘം, ഒരു DGP ലെവലിലുള്ള ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല, ഒളിസങ്കേതം കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല, നീക്കങ്ങൾ എന്തുകൊണ്ട് നിരീക്ഷിക്കാൻ കഴിയുന്നില്ല, ആരാണ് സഹായിക്കുന്നതെന്ന് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ഉത്തരം കിട്ടാതെ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കും. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഓൺലൈനായിട്ടാണ് സമർപ്പിക്കുന്നത്. ഹൈക്കോടതിയിൽ തന്നെ മുതിർന്ന അഭിഭാഷകനെയാണ് ഇതിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി പ്രശാന്ത്, എന്തായാലും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ SITയുടെ അന്വേഷണത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. 9 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കർണാടകയിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ പരക്കം പായുകയാണ് SIT. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 2 ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികൾ അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിട്ടുണ്ട്. KPCCക്ക് നൽകിയ പരാതിയും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ്.